ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ? എനിക്ക് 26 വയസ്സാകും കേട്ടോ നാളെ. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി ഇവര് പറയും കേട്ടാ. ഗിഫ്റ്റ് അന്ന് ഞാൻ അമ്മയ്ക്ക് ചെയ്ത കണക്ക് ഗിഫ്റ്റ് ഹണ്ടിങ് ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് നമ്മൾ ഗിഫ്റ്റ് ഓരോ സ്ഥലത്ത് ഒളിച്ചു വെക്കും അല്ലേ? ഇവരാണ് കേട്ടോ ഫുള്ള് പ്ലാനിങ് എല്ലാം സെറ്റ് ആക്കിയത് ഇവരാണ്. പക്ഷെ എനിക്കിത് ഇന്നലെ തൊട്ട് നമ്മളെല്ലാം പ്ലാനിങ്. ഇന്നലെ തൊട്ടുള്ള ഇന്നലെ രണ്ടുപേരും പോയി ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് പൊതിഞ്ഞ് തുണ്ടിലൊക്കെ എന്തൊക്കെ തുണ്ട എഴുതി ശീലം ഉള്ളത് കൊണ്ട് അറിയാം. എന്താ പറയാ തുണ്ടൊക്കെ എഴുതി അത് നിനക്ക് മനസ്സിലാവും. നമ്മളെഴുതുന്നത് നിനക്ക് മിക്കവാറും കത്ത് എന്നെ കണക്കായിരിക്കുമല്ലോ, നിനക്ക് കത്തുമായിരിക്കും. ഇപ്പൊ എന്തായാലും സാധനമൊക്കെ സെറ്റ് അല്ലേ? സർപ്രൈസ് ആവുന്ന ഐറ്റംസ് ഉണ്ടോ? എന്തൊക്കെ ഐറ്റം ആണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടോ. ചിരിക്കുന്ന സംഭവം കൊണ്ടാ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വഴിയെ കാണാം. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ഇതിലോട്ട് അങ്ങോട്ട് പോയാലോ? ഇതാരാ എഴുതിയതൊക്കെ? ഇവര് രണ്ടുപേരും കൂടെ അങ്ങ് എഴുതിയതൊക്കെ. സ്വിച്ച് ഇട്ടാൽ ഞാൻ കരിഞ്ഞു പോകും, അതാണ് എഴുതിയേക്കുന്നത്. സ്വിച്ച് ഇട്ടാ കരിഞ്ഞു പോവോ? ഇതാ അതൊന്നും നമുക്കറിയത്തില്ല. ഞാൻ 5-6 മെഴുകി പോലെ. ഒരു മിനിറ്റ്, ബൾബാ? അതൊക്കെ കൊണ്ട് ആലോചിച്ചു. ഞാൻ 5-6 ചോദിച്ചു. കിട്ടി. കരിഞ്ഞു പോണോന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ആയിരിക്കും. അല്ലാതെ പിന്നെ എന്തോന്ന് എയർ ഫ്രയറിനകത്തൊക്കെ എടുത്ത് വെച്ചേക്കണം ഞങ്ങള്. സ്വിച്ച് ഇട്ടാ കരിയുമല്ലേ? കിട്ടേ വെയിറ്റ് ഉണ്ടോ? നല്ല അലുവേ അലുവേണാച്ചാ? അലുവ എന്തൊരു സാധനം. എടി തിന്നുന്ന ഞാൻ തോന്നുന്നു കേട്ടോ. ഇത് അലുവയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു ഗംബ്ലി സംഭവം ഉണ്ട്. എന്തിനാണെന്തോ ലഡു തോനെ ഉണ്ടല്ലോ ചാ. ഓ എല്ലാം ഉണ്ട് കേട്ടാ. ജിലേബി, ലഡു, അലുവ. അലുവ ഞാൻ ഗസ് ചെയ്ത കറക്റ്റ് ആയിരുന്നു. അലുവയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഓ ബർത്ത്ഡേ ആയിട്ട് ആദ്യമേ തന്നെ മധുരമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലേ? ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി രണ്ടാമത്തെ ഗിഫ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പോവാട്ടോ. എവിടെയാ ഒളിപ്പിച്ചേക്കുന്ന പറ. എനിക്ക് തോന്നുന്നു ഇത് അമ്മയാന്ന് തോന്നുന്നു കൂടുതൽ എഴുതി വെച്ചേക്കുന്നതാ. രണ്ടുപേരും കൂടെ തന്നെ. ഇവരെ ബുദ്ധി പെട്ടെന്ന് മനസ്സിലാവും. പുറത്ത് ഞാനുണ്ട്, എനിക്ക് ചൊറിയുന്നു, എളുപ്പം വായോ. പുറത്ത് ഞാനുണ്ട്, എനിക്ക് ചൊറിയുന്നു, എളുപ്പം വായോ. ചൊറിയുന്ന ഇത് ഗിഫ്റ്റ് അല്ലേ സംസാരിക്കുന്നത്? സംസാരിക്കുന്നത് ചേമ്പിന്റെ മുട്ടി എല്ലാം എടുത്ത് വെച്ചേക്കുന്നതായിരിക്കും. അതൊന്നും അറിയത്തില്ല. അങ്ങോട്ട് പോയി കണ്ടുപിടി. വാങ്ങോട്ട് പോ. ചേമ്പിന്റെ ചേന ചൊറിയുന്ന എന്തിന്? പുഴുവാ? അതൊന്നും നമുക്കറിയത്തില്ല. പുഴുവിന്റെ ചിലപ്പോ പല സൈസ് സാധനങ്ങളും ഉണ്ട് കടിക്കുന്ന. ഇവിടെ ചേമ്പില്ലല്ലോ, അതിന് ചേനയും ചേമ്പൊന്നും ഇല്ലല്ലേ. വേറെ ഒന്നും ചൊറിയത്തില്ലേ? ചൊറിയുന്ന ഓ എനിക്ക് ഞാൻ പുറത്തുണ്ട്, എനിക്ക് ചൊറിയുന്നു, ഓടി വായോ. അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഓ അതാണ് ടോണല്ലേ? ഓടി വായോ, ഓടി വായോ. ഇവിടെ ചേമ്പില്ലല്ലോ അതിന്. നിന്റെ മൂട്ടിലാണ്ട് എടുത്ത് വെച്ചേക്കുന്ന ഇവര്. ചെന്ന് പിടിക്കും പാമ്പായിരിക്കും. ഇപ്പൊ പാമ്പിന്റെ ഒക്കെ ശല്യമുണ്ട്. ഇല്ല ഇപ്പൊ ഇല്ല, രാത്രിയിൽ ഇറങ്ങും പാമ്പ്. ഇവിടെ മൂടി വെച്ചേക്കുന്നു തോന്നുന്നു കേട്ടോ. കിട്ടി. പോച്ചയുടെ കീഴിലാണ്ടായിരിക്കും എടുത്ത് വെച്ചേക്കുന്ന. എന്തോന്നാണ് എന്തോടെ അതേ ഇരിക്കുന്ന. ഇവിടെ കാട്ടിന്റെ കീഴി എടുത്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ചൊറിയുന്നത്. അവിടെ ചൊറിയണോ? ഇതൊക്കെ ചൊറിയണമെന്ന് തോന്നുന്നു കേട്ടോ. കിട്ടി കേട്ടോ. വേണ്ടേ അത് ആ പച്ചയുടെ കീഴിട്ട് അറിയുന്നില്ല. സൂക്ഷിച്ചു നോക്കണം. ഓക്കെ, അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി രണ്ടാമത്തെ ഗിഫ്റ്റും കണ്ടുപിടിച്ചു കേട്ടോ. കളിപ്പാട്ടോ അച്ഛാ? അച്ഛാ കളിപ്പാട്ടോ. അച്ഛാ കളിപ്പാട്ടോ. ഇത് കളിപ്പാട്ടോ. കാറ് പൊട്ടിക്കട്ടാ. പൊട്ടിക്കുന്നതിന് മുമ്പേ അങ്ങ് പറയും. കളിപ്പാട്ടോ തോന്നുന്നു കേട്ടോ. കളിപ്പാട്ടം മാത്രമല്ല, ഇതിന്റെ മണ്ടയിൽ എന്തോന്ന് വിളക്കിരിക്കുന്ന. നോക്കട്ടെ പൊട്ടിച്ച് നോക്കട്ടെ.
ഇത് ആര് പൊതിഞ്ഞ ഇതൊക്കെ? നിങ്ങൾ തന്നെ പൊതിഞ്ഞതല്ല. ആ പീപ്പിയാണേ പീപ്പി. എടേ അത് കൂടാതെ കിടില സാധനം കേട്ടാ. ഇതാരാ സെലക്ഷൻ ആയിരുന്നു? ഇത് അച്ഛൻ. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. പിടിച്ചാണ്. എടേ കാറടേ, ഇതേ റിമോട്ട് കാറ്. എനിക്ക് വയ്യ പൊട്ടിക്കാൻ കേട്ടാ. ബാറ്ററി ഉണ്ടോ? ആ ബാറ്ററി എടുത്തിട്ടോ, ബാറ്ററി എടുത്തിട്ടോ. ഓ അച്ഛൻ എനിക്ക് റിമോട്ട് കാറൊക്കെ മേടിച്ചതേ. ഇത് BMW ആണ് അച്ഛൻ എനിക്ക് മേടിച്ചെന്ന BMW. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് ഓട്ടിച്ച് നോക്കാരി. പോണ്ടേ BMW. കൊള്ളാം കേട്ടോ, നല്ല നല്ല ഗിഫ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പോയി എന്തോ കണ്ടുപിടിക്കുക, എന്തിനാ അടിക്കുക, അടുത്ത സാധനം കണ്ടുപിടിക്കുക. ഒരു ഇത് കണക്കിനകത്തായിരിക്കും അല്ലേ? മൂന്നാമത്തെ ഗിഫ്റ്റാണ് കേട്ടോ. എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ ഞാൻ അവൻ്റെ വീട്ടിലുണ്ട്. എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഹാപ്പിയുടെ കൂട്ടായിരിക്കും. ഞാൻ കൊണ്ടുവച്ചില്ലായിരുന്നു അന്ന്, അതായിരിക്കും. വാ ആ കൂടെന്ത് അമ്മക്കുള്ള പ്ലാനിങ് ഒന്നും നടക്കുന്നില്ല. എവനെ ഓടിക്കാൻ ഇതിപ്പോ എളുപ്പമാട്ടോ. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാഗ് അമ്മയ്ക്ക് മേടിച്ചാൽ നടക്കുന്ന ബാഗാണോ? അത് മേടിച്ചല്ലേ? അതെ ബാഗ് ട്രാവൽ ബാഗാന്ന് തോന്നുന്നല്ലേ. മറ്റേ ഭയങ്കര വലിയ ബാഗാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് സാധനമൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ കൊള്ളാം. ഓ എല്ലാം നല്ല ഗിഫ്റ്റ് ഒക്കെ കേട്ടോ മേടിച്ചേക്കുന്നത്. കൊള്ളാം, അടിപൊളി. താങ്ക് യു താങ്ക് യു സോ മച്ച്. 75 ലിറ്റർ ഉണ്ട് അല്ലേ? ചെറുതാ, അത്യാവശ്യം നിനക്ക് 2-3 ലിറ്റർ ലാപ്പും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടുപിടിക്കാനും എളുപ്പമായോണ്ട് പെട്ടെന്ന് തീരും പരിപാടി. ഇവരെ ഗിഫ്റ്റ് ഒളിപ്പീരൊക്കെ കൊള്ളാം കേട്ടാ, രസമാ. പെട്ടെന്ന് കിട്ടും. അടുത്ത സാധനമാണ് കേട്ടോ, അടുത്ത വെറൈറ്റി ഐറ്റം. കലത്തിനകത്ത് മഴ പെയ്യുമ്പോൾ ഉണങ്ങാൻ കിടക്കുന്നിടത്ത് പല സ്ഥലങ്ങളിൽ എന്നെ തൂക്കിയിട്ടിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ ഉണങ്ങാൻ തുണിയൊക്കെ ഉണക്കാടുന്നത് റൂഫ്. പിന്നെ പല സ്ഥലങ്ങളിൽ എന്നെ തൂക്കിയിട്ടിരിക്കുന്നു. ആശ. ഞാൻ പോവാ. മഴ ഇവിടെ ഇട്ടൂടെ? ഇവിടെ ഇല്ലല്ലോ ചാ, ഇവിടെ നമ്മള് ഇവിടെ ഇടാറുണ്ട്. വീട്ടിനകത്ത് സ്ഥലമുണ്ട്, നമുക്ക് നോക്കാം. വാ. മേലല്ലേ അവൻ പോട്ട് എവിടെ വെച്ച. ഞാൻ പറഞ്ഞ അങ്ങനെ ഒന്നും എഴുതണ്ട. അവര് എവിടെ ൂഫിന്റെ മണ്ട എന്ത് ജെട്ടിയാ? ഇതാണോ ആജാ? ഇതാ ജെട്ടി ഇവിടെ കിടക്കോട്ടാ. ഈടേ ഇവര് ജെട്ടിയാണോ മേടിച്ചേങ്ങള്? ഞാനേ ഇങ്ങോട്ട് കയറി വന്നിട്ട് തൂക്കിയിട്ടേക്കുന്ന ഗിഫ്റ്റ് ബോക്സ് നോക്കൂ. ഇത് എവിടെ? അത് ഞാനത് കുറെ ജെട്ടികളൊക്കെ ഇട്ടേക്കുന്നത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാത്തിലും പുതിയ അണ്ടർവെയർ, പുതിയ കളറൊക്കെ. ഇത് ഒരുമാതിരി അപമാനിച്ചോളാം. ഇത് കൊള്ളായിരുന്നു കേട്ടോ, ഗിഫ്റ്റ് രസമുണ്ടായിരുന്നു. 1 2 3 4 5 6 കെട്ടി അല്ല 5 സൈസ് ചെട്ടി കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ സെലക്ഷൻ, അടിപൊളി. കീപ് ഇറ്റ് അപ്പ്. എടേ ഈ ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ലടേ. ഷഡ്ഡി. ഇത് നിന്റെ അച്ഛന്റെ പ്ലാനിലുള്ള ഗിഫ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഷഡ്ഡി കിട്ടി കേട്ടാ. അല്ല, നമുക്ക് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങൾ വേണം മേടിക്കാൻ. അത് നല്ല തീരുമാനം, നല്ല ചോയ്സ് ആയിരുന്നു, നല്ല ഗിഫ്റ്റ് ആയിരുന്നു. സൂപ്പർ. പക്ഷെ ഈ സ്ഥലം പെട്ടെന്ന് കണ്ടുപിടിച്ചെങ്കിലും ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. സൂപ്പർ ആയിരുന്നു. ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത് സർപ്രൈസ് ആയി പോയി. പട്ടാളക്കാർ നടക്കുന്ന രീതിയിൽ 16 കാൽ ചുവട് വെച്ച് വീടിന്റെ വടക്ക് ഭാഗത്ത് ഞാൻ കുത്തിയിരിപ്പുണ്ട്.
തെക്കും വടക്കും അറിയുന്നില്ലേ? തെക്ക് അല്ലല്ലേ, സൂര്യൻ കിഴക്ക്, കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക്. അത് പറഞ്ഞു തരണം കേട്ടാ, ഈ തെക്കും വടക്കും അറിയത്തില്ല. പട്ടാളക്കാർ നടക്കുന്ന രീതിയിൽ. ഓക്കെ, ഇത് പട്ടാളക്കാർ നടക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ. 4 5 6 7 8 9 10 11. ഇത് മാറ്റണം. നീ വളഞ്ഞു. 12 13 14 15 16. എടേ ഒരു സാധനം കുത്തി വെച്ചേക്കുന്നേ. ഇത് ഞാൻ പ്രതീക്ഷയില്ല. ഓ കറക്റ്റ് 16. എന്തിനത് കൊടയാ? ആ ക്ലൂ കൊള്ളായിരുന്നു കേട്ടോ, അത് രസം ഉണ്ടായിരുന്നു, നൈസായിരുന്നു കേട്ടോ, അത് കൊള്ളായിരുന്നു. ആ വേണ്ടേ പോപ്പിക്കൊട കേട്ടോ. ഈ കൊട കൊള്ളാം കേട്ടോ, ഇത് വിച്ച് ഈസ് വെരി യൂസ്ഫുൾ. അതെ, ഒരു കൊട പന്നലായി പോയി. കൊട നമ്മുടെ പന്നലായി പോയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് പോപ്പിക്കൊട. വാ സെറ്റ്. ആ കൊള്ളാം അല്ലേ, അടിപൊളി അടിപൊളി, കൊള്ളാം കേട്ടോ. എനിക്ക് വണ്ടിക്കകത്തൊക്കെ ഇടാനേ കൊള്ളാം. വണ്ടിയിലും കുടയില്ല, കൊള്ളാം, നല്ല ഗിഫ്റ്റ്. ക്ലൂവും കൊള്ളായിരുന്നു, രസം ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ ഒത്തിരി ഗിഫ്റ്റൊക്കെ മേടിച്ചല്ലേ? കഴിഞ്ഞാ? ഇനിയുണ്ടോ? ഇവിടെ പോയിട്ട് ഒത്തിരി നേരമായിരുന്നു. എനിക്കൊന്ന് ചാണാക്കുഴിയിലോ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ തോന്നുന്നു. ഇപ്പോൾ ഞാൻ വിശ്രമത്തിലാണ്. ഇത്ര ഉള്ള വേറെന്തിനാ വെട്ടിയേക്കുന്ന കേട്ടാ. ജെറ്റിന് പുറത്ത് ഇപ്പോൾ ഇത് എന്തോടെ, ഇപ്പോൾ ഞാൻ വിശ്രമത്തിലാണ്. കട്ടിലോട്ടാ വെച്ചേക്കുന്ന കക്കൂസില വിശ്രമിക്കുന്ന. അല്ല, കാറ് ഉറങ്ങുന്ന കാറ്. ഇതല്ല, ഇതിനകത്തും ആയിരിക്കത്തില്ല. ആ ഒരു കുളവും കൊടുത്താ, ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഗേറ്റിന് വെളിയിലാ വിശ്രമിക്കാൻ. എന്തരാ ഗേറ്റിന് പുറത്ത് വിശ്രമിക്കാൻ എന്തരാ? ഇല്ല, ജെയ്സിയുടെ ബക്കറ്റാന്ന് തോന്നുന്നുകൊണ്ട് ആ ഇരുമ്പിന്റെ ബക്കറ്റ്. അതേ ഇരിക്കുന്ന ഇതിനകത്തോട്ട് വെച്ചേക്കള്. ഇതായിരിക്കും വിശ്രമിക്കുന്നല്ലേ? ആ പണിയില്ലാത്തോണ്ടേ ഇത് വിശ്രമിക്കുക. പൊട്ടിക്കട്ടെ കേട്ടോ വെച്ച്. ആ ചെരുപ്പ്. ആ ചെരുപ്പടെ മുണ്ടിൻ്റെ ഒക്കെ കൂടെ ഇടാവുന്ന ചെരുപ്പ് വേണ്ട. നിന്റെ കാലിന് ചേരും. കറക്റ്റ്. താങ്ക് യു സോ മച്ച്. എന്നെ ഇപ്പോൾ ആർക്കും വേണ്ട, എന്നാൽ ഞാൻ അതിലുണ്ട്. ആ വെച്ചേക്കുന്ന സാധനമാണ് സംസാരിച്ചത്. ഗിഫ്റ്റ് പിന്നെ പറയുന്നുണ്ട്. ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന തയ്യൽ മെഷീൻ. ആ അത് വേണ്ടുന്നില്ലേ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പൊ? അകത്തല്ല പുറത്താ. വേണ്ടാതെ പുറത്താ. മെത്ത അതേ ഇരിക്കുന്നതാ. എറുമ്പ് എന്നാച്ചാ പിടി. ഞങ്ങള് രണ്ടുപേരും കൂടെ ഉള്ള ബുദ്ധിയിലൊക്കെ ഉദിക്കുന്നവണൊക്കെ എഴുതുന്നേ. കൊള്ളാടേ, രസമുണ്ടേ. ഇതെന്തരാ? ചോക്ലേറ്റാ? ഓ ഒത്തിരി ചോക്ലേറ്റ് ഉണ്ടല്ലേ. ഓ അടിപൊളി. എടാ ഇത്രയും മേടിച്ചാ? 3 കേട്ടാ. ഓ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. കുറെ നാളായി ബൂസ്റ്റ് കപ്പലണ്ടി മുട്ടായി, വേണ്ട കിൻഡർ ജോയി, മറ്റേ ബിസ്ക്കറ്റ് കണക്കത്ത. ആ കൊള്ളാം. ആ ബൗണ്ടി ഉണ്ട്, അതൊക്കെ ഇഷ്ടമല്ലേ? നിങ്ങൾക്കാണോ വേണ്ടേ? ഇതെല്ലാം വൃത്തിരക്കാരനുള്ളതാ. പണ്ട് ഇത് മേടിച്ചറിയത്തില്ലായിരുന്നു, നഷ്ടമാന്ന് പറഞ്ഞിട്ട്. അതാ ഭയങ്കര വില. കിൻഡർ ജോയി വേണോ അമ്മ? കിൻഡർ ജോയി. ഓ എനിക്ക് കിൻഡർ ജോയി മേടിച്ചു തരാൻ വേണ്ടിട്ട് ഇത്രയും വർഷം എടുത്തു. ഓക്കെ തീർന്നാ? കഴിഞ്ഞ? അടുത്തത് ഇനിയുണ്ടോ? ഇനി 2 കൂടെ ആവുമ്പോ ഇനി 2 ഐറ്റം കൂടെ ഉണ്ട്. അടുത്ത ഐറ്റം
ഓ ഇവര് കുറെ മെനക്കെട്ട് കേട്ടോ, ഒത്തിരി ഒളിപ്പിക്കാനും ഒത്തിരി സമയം എടുക്കും. ഞാനൊരു റൂം സെന്ററിൽ ഉണ്ട്, എനിക്ക് ഭയങ്കര ആവി എടുക്കുന്നു. അതല്ല അതില്ല പൂജാമുറി. ഇതിനകത്ത് അതല്ലേ ഇച്ചിരി ഒന്ന് ഓടട്ട് സാറ്. ഈ ഹാപ്പിയുടെ ഒരു ഓട്ടം അടഞ്ഞിരിക്കുക ഇവിടെ. അടച്ചു വെച്ചിരുന്ന കേട്ടോ അതിനകത്ത് കയറ്റി. എല്ലാം എടുത്ത് പാത്ത് വെച്ചേക്കാണ്. പെട്ടിക്കകത്ത് എന്താണ്? തൊപ്പി. ഓ എനിക്ക് വയ്യ. തൊപ്പി, ഷോക്സ്, ചീപ്പ്. ഹലോ കൊള്ളാം. നീ ഇതൊക്കെയാണ് വെക്കുന്നത്. കൊള്ളാം കൊള്ളാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഗെയിം തീരാറായപ്പോഴത്തേന് മഴയും പെയ്യുന്ന കേട്ടോ. കേട്ടാ ഇവിടെ കൊണ്ടുവച്ചാ ഇത് വല്ലാത്ത പണിയായി പോയേട്ടാ. ഞാൻ 7 കിലോമീറ്റർ വരെ ഒരിടത്ത് ഇരിപ്പുണ്ട്. എന്നെ തൊട്ട മ്യൂസിക് കേൾക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നു മൂത്തമ്മയുടെ അവിടെ ആണെന്ന് തോന്നുന്നു. മൂത്തമ്മയുടെ അവിടെ ആ കീബോർഡിന്റെ കീഴിലും കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. ഓക്കെ ഗൈസ്, നമ്മൾ 7 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. 7 കിലോമീറ്റർ അപ്പുറത്ത് പാട്ട് കേൾക്കുന്ന സംഭവം കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ മൂത്തമ്മയുടെ വീട്. മൂത്തമ്മയുടെ വീട്ടിൽ മൂത്തച്ഛൻ്റെ കീബോർഡ് ഉണ്ട്, നിങ്ങുമ്പോ പാട്ട് കേൾക്കുന്ന. അതിനകത്താണ് ഉപരി ഒളിച്ചു വെച്ചേക്കുന്ന കേട്ടോ. ഇവിടെ ഒരു ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. എവിടെ ഇരിക്കുന്ന? അറിയത്തില്ലേ? അറിയാം. അല്ല ഇതിനകത്തായിരിക്കും. കീബോർഡാ, പാട്ട് കേൾക്കുന്നില്ലല്ലോ. ഇതിനകത്ത് ഇരിക്കുന്ന അതിൻ്റെ അകത്ത്. അയ്യോ വാ, ഇവിടെ വാടാ കുട്ട. എല്ലാം കണ്ടുപിടിക്കും. ആ ഷർട്ടും പാൻറ്റും. ഓ കൊള്ളാം കേട്ടാ. ഇത് ഞാൻ നാളെ ഇട്ട് കാണിക്കാം. നാളെ ഇടാം. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. ആ മറ്റേ ജെട്ടിയുടെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടാ. അതായിരുന്നു ശരിക്കും ഒരു സർപ്രൈസ് ആയിപ്പോ. ഗിഫ്റ്റ് കണ്ടിട്ട് സർപ്രൈസ് ആയത് അതായിരുന്നു. ജെട്ടി അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.